നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ബ്രഹ്മോസ് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ വിയറ്റ്നാം മുതൽ സൗദി അറേബ്യ വരെയുള്ള രാഷ്ട്രങ്ങൾ ഈ ക്രൂയിസ് മിസൈൽ ഉറപ്പാക്കാൻ കൂടുതൽ ശ്രമം നടക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും അതിനൊരു സ്ഥിരീകരണം കൂടിയാണ് ഇന്നുണ്ടായത്. ശ്രീ എം ഷിനാസ്, ഇവിടെ ഇപ്പോൾ പ്രതിരോധ മന്ത്രി പറയുന്നു ഒരു ട്രെയിലർ മാത്രമാണ് ഇതുവരെ കണ്ടത് എന്ന്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്നും പറയുന്നു. അപ്പോൾ ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം എന്ന് ഇന്ത്യ ഇതിനോടകം പ്രഖ്യാപിച്ചതാണ്. അത് തുടരുമെന്ന സൂചന രാഷ്ട്രം ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചർച്ചയ്ക്കുള്ള സന്നദ്ധത പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ പോലും ഉറപ്പുകളില്ലാതെ അതിലേക്കില്ല, ഒരു ടേബിളിന് മുന്നിലേക്കില്ല എന്ന് ഇന്ത്യ നൽകുന്നത് ഒരു ഉറച്ച സന്ദേശം തന്നെയാണ്. അതെ, ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് പറഞ്ഞാൽ സൈനികാക്രമണങ്ങൾ, സൈനികമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരും എന്നല്ല. ഇങ്ങോട്ട് സൈനികമായിട്ട് ആക്രമിക്കപ്പെട്ടാൽ ഇന്ത്യ തീർച്ചയായും തിരിച്ചടിക്കുമെന്ന് ഇന്ത്യയുടെ ഏറ്റവും ഉന്നത നേതാക്കൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിനോടൊപ്പം തന്നെ പല നിർണായകമായ നയതന്ത്ര നടപടികളും ഇന്ത്യ സ്വീകരിച്ചിരുന്നു. അതിൽ ഏറ്റവും പരമപ്രധാനം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതാണ്. അപ്പൊ സിന്ധു നദീജല കരാർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജീവനാഡിയാണ്. പാകിസ്ഥാനിലെ കൃഷി ചെയ്യാവുന്ന കൾട്ടിവേറ്റഡ് ലാൻഡിന്റെ 93% ഈ സിന്ധു നദീജല ശൃംഖലയിൽ നിന്നുള്ള ജലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതായത് 16 മില്യൺ ഹെക്ടേഴ്സ് ഭൂമിയാണ്. ആ ഭൂമിയിലെ കൃഷി ഈ നദീജല ശൃംഖലയിൽ നിന്നുള്ള ജലവിതരണത്തെ ആശ്രയിച്ച് നിൽക്കുന്നു. ഈ കരാർ അനുസരിച്ച് 1960 ലോകബാങ്കിന്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കിയ ഈ കരാർ അനുസരിച്ച് പാകിസ്ഥാന് 99 ബില്യൺ ക്യൂബിക് മീറ്റർ ജലമാണ് ലഭിക്കുന്നത്. ഇന്ത്യക്ക് 41 ബില്യൺ ക്യൂബിക് മീറ്റർ ജലവും. അപ്പൊ പാകിസ്ഥാനാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ്. അപ്പോ 92% കൾട്ടിവേറ്റഡ് ലാൻഡ് ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. 80% ജലസേചനം ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. പാകിസ്ഥാന്റെ 25% GDP ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. പാകിസ്ഥാന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പട്ടണങ്ങളായ ലാഹോർ, കറാച്ചി, മുൾട്ടാൻ ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. അപ്പോ സിന്ധു നദീജല കരാർ എന്ന് പറഞ്ഞാൽ അവരുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഒരു അസീം മുനീർ പറഞ്ഞില്ലേ, കാശ്മീർ ഞങ്ങളുടെ പാകിസ്ഥാന്റെ ജുഗുലാർ വെയിനാണ് എന്ന് പറഞ്ഞ മാതിരി പാകിസ്ഥാന്റെ സാമ്പത്തിക, കാർഷിക, ജലസേചന, സാമ്പത്തിക മേഖലകളിലെ ജഗുലാർ വെയിനാണ് വാസ്തവത്തിൽ സിന്ധു നദീജല കരാറും അതുമായി ബന്ധപ്പെട്ട നദീജല ശൃംഖലകളും. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ജലവിഭവ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ഇന്ത്യയുടെ ജലവിഭവ മന്ത്രാലയ സെക്രട്ടറിക്ക് കഴിഞ്ഞ ആഴ്ച കത്തെഴുതിയത് ഇതെങ്ങനെയെങ്കിലും ചർച്ച ചെയ്ത് പരിഹരിക്കണം, ഇൻഡസ് കമ്മീഷണർമാർ തമ്മിൽ ചർച്ച നടത്തണം. അപ്പോൾ ഇന്ത്യ പറഞ്ഞു ഗവൺമെന്റ് ടു ഗവൺമെന്റ് ചർച്ച ഇനി നടക്കൂ. അപ്പോൾ നേരത്തെ ശ്രീ KP ഫാബിയാൻ വളരെ യുക്തിസഹമായി ചൂണ്ടിക്കാണിച്ചതുപോലെ പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഭീകര ശൃംഖലകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്മാൻഡിൽ ചെയ്യാതെ, അതുപോലെ ഇന്ത്യക്കെതിരെയുള്ള ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കാതെ അത് ഇന്ത്യക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ, ക്രിയാത്മകമായ നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഇത് മരവിപ്പിച്ചത് ഇന്ത്യ പുനഃപരിശോധിക്കും. കാരണം ഇതിന് ഒരു മാനുഷിക വശമുണ്ട്. ഇത് പാകിസ്ഥാൻ എന്ന അസീം മുനീർ നയിക്കുന്ന അല്ലെങ്കിൽ ഷഹബാസ് ഷരീഫ് നയിക്കുന്ന രാഷ്ട്രത്തെ മാത്രമല്ല, അവിടുത്തെ മില്യൺസ് ഓഫ് ഫാമേഴ്സ് ഇതിനെ ആശ്രയിച്ചാണ് അവരുടെ ജീവസന്ധാരണം. അപ്പോ അതിന്റെ ഒരു മാനുഷിക വശം കൂടിയുണ്ട്. നേരത്തെ ബ്രിഗേഡിയർ പറഞ്ഞതുപോലെ ഞാൻ മറ്റൊരു കാര്യത്തിലൂടെ കൂടി കടക്കാം. ആർമീനിയ, അസർബൈജാൻ. ആർമീനിയയിൽ 80കളുടെ അവസാനത്തിലും 90കളുടെ തുടക്കത്തിലും വിദ്യാർത്ഥിയായി 4-5 വർഷം ഞാൻ താമസിച്ചിട്ടുണ്ട്. ആ കാലത്ത് തന്നെ അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിലും പോയിട്ടുണ്ട്. 89-ലാണ് ആർമേനിയയും അസർബൈജാനും തമ്മിലുള്ള യുദ്ധം നാഗോർണോ കരബാഖിനെ ചൊല്ലി പൊട്ടിപ്പുറപ്പെടുന്നത്. അന്ന് ഗോർബച്ചേവിന്റെ കാലമായിരുന്നു. അതുകൊണ്ട് ആ യുദ്ധത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല. അങ്ങനെ നാഗോർണോ കരബാഖ് എന്ന ആർമേനിയ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാഷ്ട്രമാണ്, അസർബൈജാൻ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ്. അങ്ങനെ ആ 90കളിൽ ആർമേനിയ നാഗോർണോ കരബാഖ് പിടിച്ചെടുത്തു. അതിന്റെ ആർമേനിയയുടെ ഭാഗമല്ല, ഒരു അസ്ട്രഖാൻ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. പിന്നീട്
2023-ലല്ല, 2020-ലാണ് ആർമേനിയയും അസർബൈജാനും തമ്മിലുള്ള യുദ്ധമുണ്ടാകുന്നത്. അതിൽ തുർക്കിയുടെ അകമഴിഞ്ഞ സഹായമുണ്ടായിരുന്നു. റഷ്യ ആർമേനിയയെ സഹായിച്ചുമില്ല. അങ്ങനെ തുർക്കിയുടെ ഡ്രോണുകൾ ആദ്യമായി ഒരു വമ്പിച്ച യുദ്ധപ്രകടനം നടത്തുന്നത് നാഗോർണോ കരബാക്കിലാണ്. അങ്ങനെ നാഗോർണോ കരബാക്ക് എന്ന ആ മേഖല അസർബൈജാൻ പൂർണ്ണമായും പിടിച്ചെടുത്തു. ഇനി തുർക്കിയുടെ കാര്യം എല്ലാവരും ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് തുർക്കിയുടെ ഒരു സാമന്ത രാഷ്ട്രമാണ് വാസ്തവത്തിൽ ആർമേനിയ. അസർബൈജാൻ. എത്നിക്കലി അവര് വളരെ ക്ലോസ് ആയിട്ടുള്ള ജനതയാണ്. രണ്ടും മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളാണ്. തുർക്കിയുടെ കാര്യത്തിൽ നമ്മളൊരു 50 കൊല്ലം പിന്നോട്ട് പോയാൽ 1974-ൽ ഈ സൈപ്രസിൽ ഗ്രീക്ക് സൈപ്രിയോട്സും ഉണ്ട്, ടർക്കിഷ് സൈപ്രിയോട്സും ഉണ്ട്. അപ്പൊ ഗ്രീക്ക് സൈപ്രിയോട്സും ടർക്കിഷ് സൈപ്രിയോട്സും തമ്മിലുള്ള ഒരു ആഭ്യന്തര കലഹം ഉണ്ടായപ്പോൾ തുർക്കി ഇടപെടുകയും സൈപ്രസിന്റെ വടക്കൻ ഭാഗം ഏതാണ്ട് 36% സൈപ്രസ് പിടിച്ചെടുത്ത ഒരു ടർക്കിഷ് സൈപ്രസ് റിപ്പബ്ലിക് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അന്നു മുതൽ ഗ്രീസും തുർക്കിയും തമ്മിൽ സൈപ്രസിനെ പറ്റി ഇപ്പോഴും കലഹത്തിലാണ്. ആ കലഹത്തിൽ അന്ന് 74-ൽ തന്നെ പാകിസ്ഥാൻ തുർക്കിക്ക് സൈനിക സഹായം നൽകിയിരുന്നു. സൈപ്രസിന്റെ കാര്യത്തിൽ എക്കാലത്തും പാകിസ്ഥാൻ തുർക്കിയോടൊപ്പമായിരുന്നു, ഇന്ത്യ ഗ്രീസിനോടൊപ്പവും. അപ്പൊ സിയാളക് 80-കളുടെ അവസാനം പറഞ്ഞത് സൈപ്രസ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ആദ്യം അംഗീകരിക്കുന്ന രാജ്യം തുർക്കിയായിരിക്കുമെന്നാണ്. മറ്റൊരു മാനമുള്ളത്, ഇപ്പോ എർദോഗാൻ എന്ന് പറയുന്ന ഈ തുർക്കി പ്രസിഡന്റ് 2003-ലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നത്. 2014-ലാണ് അദ്ദേഹം പ്രസിഡന്റ് ആവുന്നത്. ഏതാണ്ട് ഈ ഒരു 10-20 വർഷത്തിനിടയിൽ 10-ലധികം തവണ, ഒരു ഡസൺ തവണ പാകിസ്ഥാൻ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീക്ഷണം എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റ് ലോകവീക്ഷണമാണ്. 1974-78 കാലഘട്ടത്തിൽ ഇസ്താംബുൾ മേയർ ആയിരുന്നു എർദോഗാൻ. അന്ന് ആ ഇസ്താംബുൾ മേയർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം തെറിക്കാനുള്ള കാരണം ഒരു തുർക്കി കവിത ആലപിച്ചതിനാണ്. ആ കവിതയുടെ വരികൾ ഇങ്ങനെയാണ്, അത് ശ്രദ്ധേയമാണ്. പള്ളികൾ ഞങ്ങളുടെ ബാരക്സ്, പട്ടാള താവളങ്ങളാണ്. അവയുടെ കുംഭഗോപുരങ്ങൾ ഞങ്ങളുടെ ഹെൽമെറ്റുകളാണ്. അവയുടെ മിനാരങ്ങൾ ഞങ്ങളുടെ ബയനറ്റുകളാണ്. അവയിൽ ആ പള്ളികളിൽ വരുന്ന സത്യവിശ്വാസികൾ ഞങ്ങളുടെ സൈനികരാണ്. ഈ കവിത ഉദ്ധരിച്ചതിനാണ് അന്ന് മേയർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടത്. പിന്നീട് 2000-ന്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കുകയും 2003-ൽ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ കയറുകയും ചെയ്തു. ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഡ്രോണുകൾ മാത്രമല്ല, പാകിസ്ഥാന് ആയുധ വിതരണം നടത്തുന്ന ഏറ്റവും കൂടുതൽ ആയുധ വിതരണം നടത്തുന്ന ഒന്നാമത്തെ രാജ്യം ചൈനയാണെങ്കിൽ രണ്ടാമത്തെ രാജ്യം തുർക്കിയാണ്. മറ്റൊരു കാര്യം കൂടി, ഈ തുർക്കിയും സൗദിയുടെ നേതൃത്വത്തിലുള്ള അറബ് രാഷ്ട്രങ്ങൾ, ഖത്തർ ഒഴികെയുള്ള, അവരൊരു മത്സരത്തിലാണ്. അതായത് ഈ മുസ്ലിം ഉമ്മ എന്ന് പറഞ്ഞാൽ മുസ്ലിം രാജ്യാതിർത്തി ഭേദമന്യേ ഭാഷാ ഭേദമന്യേയുള്ള ആഗോള മുസ്ലിം സമുദായത്തെയാണ് ഇസ്ലാമിൽ ഉമ്മ എന്ന് പറയുന്നത്. ഈ മുസ്ലിം ആഗോള സമുദായത്തിന്റെ നേതൃത്വം ആർക്ക് എന്നതിനെ ചൊല്ലിയുള്ള ഒരു കലഹം, ഒരു തർക്കം, ഒരു മത്സരം സൗദി നേതൃത്വത്തിലുള്ള അറബ് രാഷ്ട്രങ്ങളും തുർക്കിയുടെ നേതൃത്വത്തിലുള്ള അറബിതര രാഷ്ട്രങ്ങളും തമ്മിലുണ്ട്. അതിന്റെ ഏറ്റവും അസന്നിഗ്ധമായ വെളിപ്പെടുത്തലായിരുന്നു 2019-ൽ കൊലാലംപൂരിൽ നടന്ന ഒരു ഉച്ചകോടി. അതിൽ തുർക്കി, പാകിസ്ഥാൻ, ഖത്തറും സൗദിയും തമ്മിൽ ഉരസലാണ് എന്ന് നമുക്കറിയാം. ഖത്തർ, അതുപോലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ ഈ 5 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അപ്പോൾ തുർക്കിയുടെ ആ രീതിയിലുള്ള ഒരു ഭൗമരാഷ്ട്രീയ തന്ത്രപരമായ രാഷ്ട്രീയവും അതിന് പിന്നിലുണ്ട്. അപ്പോ കാശ്മീർ വിഷയത്തിലാവട്ടെ, എക്കാലത്തും തുർക്കി പാകിസ്ഥാന്റെ നിലപാടിനോടൊപ്പമായിരുന്നു. അടുത്ത കാലം വരെ ഇന്ത്യയിലെ തുർക്കി അംബാസഡറെ വിളിച്ച് കാശ്മീർ വിഷയത്തിൽ തുർക്കി പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളോട് നമ്മൾ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ എല്ലാ തലങ്ങളിലും പാകിസ്ഥാന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. തീർച്ചയായും അത് തന്നെയാണ് പഹൽഗാം വിഷയത്തിലും തുർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകുന്നത്. ശ്രീ പി ജെ വിൻസെന്റ്,